നമ്മുടെ ചിന്തകൾ എന്താണെന്ന് വ്യക്തമായി നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ ആത്മീയ ജീവിതത്തിന് വളർച്ചയുണ്ടാവും. ചിന്തകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാകത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തകളെ കൊണ്ട് പ്രാധാന്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ ആത്മീയ ജീവിതത്തിനകത്തെ മാറ്റങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ഭൗതിക ജീവിതത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി നമുക്ക് മുന്നേറാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളാണ്. അപ്പോൾ നമ്മുടെ ഈ ഓരോ വാഹനം ഉണ്ടാവും, വാഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഏതാണ്? ഇഞ്ചനാണ്. അപ്പോൾ ഇഞ്ചൻ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഫ്യൂവലാണ്. അപ്പോൾ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന? പെട്രോൾ ആണോ, ഇലക്ട്രിക്കൽ ആണോ, ഏതാണ് നമുക്ക് ആ ഇന്ധനം വേണ്ടത്? ആ ഇന്ധനമാണ് നമ്മുടെ ഈ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമാണ് നമ്മുടെ ചിന്തകൾ. നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകുന്ന ചിന്തകൾ ഏതൊക്കെയാണ്? ആത്മീയ ചിന്തയാണോ അല്ലെങ്കിൽ ഭൗതിക ചിന്തകളാണോ നമ്മുടെ അകത്ത് ഒഴുകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ദൈവവചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്, നിരന്തരമായി ദൈവവചനം പഠിക്കുന്നത്, നിരന്തരമായി ക്രിസ്തുവിനോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നത്? ഈ ചിന്തകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഈ ലോകം എന്ന് പറയുന്നത് വിശാലമായ ഒരു ലോകമാണ്. നമ്മൾ കർത്താവിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. അപ്പൊ ലോകത്തിലുള്ള വഴി എന്ന് പറഞ്ഞാൽ വിശാലമായ വഴി, കർത്താവിന്റെ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി. അപ്പൊ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി എന്ന് പറയാൻ കാരണം നമുക്ക് ദൈവികമായ ചിന്തകൾ ലഭിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. എന്നാൽ ലോകത്തിന്റെ വിശാലമായ ചിന്തകൾ എപ്പോഴും നമ്മുടെ അകത്തേക്ക് വർദ്ധിച്ചു വരുമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ലോകനാശത്തിലേക്കുള്ള വാതിൽ വിശാലമായിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിന്തകൾ നമ്മുടെ അകത്ത് ഒത്തിരി കിട്ടും നമുക്ക്. പക്ഷേ ആത്മീയ ചിന്തകൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അധ്വാനിക്കണം. ഈ അധ്വാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ക്രിസ്തു തന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൈവവചനത്തിൽ നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ സ്വയമായി ദൈവവചനം പഠിക്കുകയും കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ദൈവവചനങ്ങൾ കൊണ്ട് നിറയും. അതാണ് കർത്താവ് പറയുന്നത്. ദൈവവചനം നിങ്ങളുടെ ഹൃദയം നിറയുമ്പോൾ നിങ്ങളുടെ വായയ്ക്ക് ജീവൻ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവവചനങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയ്ക്കുക. അപ്പൊ ഈ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് വലിയ മാറ്റം സംഭവിക്കും. എങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ വേണ്ടത്? എല്ലാ വ്യക്തികളുടെ ആഗ്രഹമാണ് മാറ്റം വേണം, എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വളർച്ച ഉണ്ടായിത്തീരണം. അപ്പൊ നമുക്ക് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എടുക്കേണ്ട ചിന്തകൾ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമായി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ഈ ചിന്തകൾക്ക് മാറ്റം എന്താണ് വരുത്തേണ്ടതെന്നും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയാണ് ആദ്യം തന്നെ നമുക്ക് ജീവിതത്തിൽ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ലേ, ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ശരിയല്ല, എനിക്ക് പുതിയ വഴികൾ തുറക്കണം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? പുതിയ ലക്ഷ്യങ്ങൾ വെക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ തന്നെ ലക്ഷ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ ആ ലക്ഷ്യത്തിലേക്ക് മാത്രമുള്ള ചിന്തകൾ നമ്മുടെ അകത്തേക്ക് ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ആ ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മുടെ അകത്ത് വലിയ സന്തോഷമായി തീരും, അല്ലേ? അപ്പൊ നമുക്ക് ലക്ഷ്യമില്ലാത്ത ലൈഫാണെങ്കിലോ പല കാര്യങ്ങളും ചിന്തിച്ച് പല ലോകത്തിന്റെ സിസ്റ്റത്തിൽ ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ നമ്മൾ ക്രിസ്തു എന്ന വചനത്തിൽ ക്രിസ്തുവിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവരാജ്യം എന്ന ലക്ഷ്യമായിരിക്കണം. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ഒരു ലക്ഷ്യമാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ശുഭമായി തീർന്നു. അതാ കർത്താവ് പറയുന്നത്. ദൈവവചനത്തിലാണ് നിങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വചനത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊട്ടൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്മയും കരുണയും ഒക്കെ ആയുഷ്കാലം ഒക്കെ നിന്നെ പിന്തുടരും. നമ്മൾ ക്രിസ്തുവിൽ പിന്തുടർന്നാൽ ഈ നന്മകളും, നമ്മൾ ഭൗതിക നന്മകളും എല്ലാവിധ നന്മകളും നമ്മളെ പിന്തുടരും എന്നാണ് കർത്താവ് പറയുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അതാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. വചനം ഒന്ന് നോക്കാം. അപ്പോൾ ഈ പ്രോസസ്സിങ് എങ്ങനെ നടക്കുന്നതെന്ന് പറയുന്നത് കർത്താവ് പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നത് 18-ാമത്തെ വാക്യത്തിൽ പറയാം, വായിൽ നിന്നും പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്നും വരുന്നു അത് മനുഷ്യന് അശുദ്ധമാണ്. അപ്പോൾ വായിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത് എന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിനകത്ത് കർത്താവ് പറയുന്നത് നമ്മുടെ
വായിൽ നിന്ന് പുറപ്പെടുന്ന ഹൃദയത്തിൽ നിന്നും വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വായിൽ നിന്നും വരുന്നത് ഹൃദയത്തിൽ നിന്നും വരുന്നു. ഹൃദയത്തിൽ നിന്നും വരുന്നെങ്കിൽ ഹൃദയത്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പുറത്തു വരുന്നത്. അപ്പൊ അടുത്തത് പറയാണ് വരുന്നത് കൊണ്ട് അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ അശുദ്ധമാക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയുമായിട്ട് ടച്ച് ചെയ്ത് ജീവിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ, സാത്താന്റെ സിസ്റ്റത്തിൽ അവൻ ഈ ലോകത്തിൽ കുറെ അഴുക്കുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ അഴുക്കുകളെല്ലാം നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് വരുന്ന അശുദ്ധ ചിന്തകളായിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ക്രിസ്തു എന്ന വചനം നിറയണം. ആത്മാവിന്റെ വചനം നമ്മുടെ അകത്തേക്ക് നിറയുമ്പോഴാണ് നമുക്ക് കരുത്തുണ്ടാകുന്നത്. അപ്പൊ ഈ വചനം നിറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദൈവികമായ ചിന്തകൾ, സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നടക്കുവാനുള്ള ചിന്തകൾ നിറയുവാൻ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു വലിയ ഒരു ശക്തി തന്നെയാണ്. നമ്മൾ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ദിവസവും പ്രാർത്ഥിക്കാൻ മറന്നു പോകാത്തൊരു കാര്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ എൻ്റെ ചിന്തകളെ കർത്താവിൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ വചനത്തിനും വിപരീതമായി ഒന്നും ഉയർന്നു വരാതെ യഥാർത്ഥ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു തരുവാൻ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെ നമ്മൾ നാവിനെ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ നാവിനെ കർത്താവ് നിയന്ത്രിക്കാൻ ആരംഭിക്കുകയും നമ്മുടെ നാവ് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം നമുക്ക് പകർന്നു തരും. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയം നിറയുമ്പോഴാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത് മാറ്റം ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ ചിന്തകൾ മാറിയാലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് മാറ്റം സംഭവിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സ് പുതുക്കി എപ്പോഴും നിങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. മാനസാന്തരപ്പെടുവീൻ. അപ്പോൾ മനസ്സ് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? പുതുക്കിക്കൊണ്ടിരിക്കണം. ഇന്നത്തെ ചിന്തകളല്ല, കർത്താവ് ഈ ചിന്ത ശരിയല്ല. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ചിന്ത കർത്താവിൽ നിന്ന് വരുന്ന ചിന്തയാണോ, ഇത് ആത്മീയ ചിന്തയാണോ, അല്ലെങ്കിൽ ഭൗതിക ചിന്തയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരിൽ നിന്ന് ലഭിച്ച കയ്പിന്റെ ചിന്തകളാണോ, ദേഷ്യത്തിന്റെ ചിന്തകളാണോ, ഈർഷ്യയുടെ ചിന്തകളാണോ, കോപത്തിന്റെ ചിന്തകളാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനെ വേർതിരിച്ചിട്ട് നമുക്ക് എപ്പോഴും അശുദ്ധ ചിന്തകളെ നമ്മൾ എപ്പോഴും ബ്രേക്ക് ചെയ്ത് നിർത്തണം. ആത്മീയ ചിന്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ആത്മീയ ചിന്തകൾ ലഭിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിരന്തരമായി അധ്വാനിക്കുക ദൈവവചനത്തിൽ. ഈ നിരന്തരമായി നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാവും, ഭൗതിക ജീവിതത്തിന് മാറ്റമുണ്ടാവും, ആത്മീയ ജീവിതത്തിന് മാറ്റമുണ്ടാവും, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും, ബലമുണ്ടാവും, നല്ല ആരോഗ്യമുണ്ടാവും. അപ്പൊ ഇത്ര കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാണനാഥനായ ക്രിസ്തു യേശുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കാം. ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്ന എങ്ങനെ? വചനം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനങ്ങളാൽ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിൽ യോജിച്ചതായി തീരുവാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇത്രത്തോളം ഈ വചനങ്ങൾ കേൾക്കാനൊക്കെ തന്ന സമയത്തിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. ദൈവനാമം മഹത്വപ്പെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.